കരിക്ക് ജാമെന്ന സീരീസ് ഇറക്കിയായിരുന്നു. അത് കണ്ടപ്പോ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ കുറച്ച് കാര്യങ്ങൾ അതിലുണ്ടെന്ന് എനിക്ക് തോന്നി. ചേച്ചി ഞങ്ങളോട്ട് ഇറങ്ങുക. ചേച്ചിയുടെ ഒരു നാണം. ബിനോയാണ് ഈ ജാം ഡയറക്ട് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ഈ ജാം എന്ന പേര് ഇതിന് ഇട്ടതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. അങ്ങനെ എപ്പിസോഡ് 1 ഇരുന്ന് ഒന്നുകൂടി കണ്ടുനോക്കി. അപ്പോഴാണ് കൃഷ്ണജിത്തിന്റെ ക്യാരക്ടർ ഇങ്ങനെ പറയണത് കേട്ടെ. അത് പൂട്ട് ജാമായോണ്ടായിരിക്കും. യെസ്, ഡോർ ജാം. അപ്പൊ കുടുങ്ങി പോകുന്നു എന്ന ഉദ്ദേശത്തോടെ ആവും ജാം എന്ന് കൊടുത്തത്. സെക്കൻഡ് എപ്പിസോഡിലാണ് തേനീച്ചയുടെ കേസൊക്കെ പറയുന്നുണ്ട്. ഇനി വല്ല തിന്നണ ജാം വല്ലതും ആണോ? സബരീഷും ആനന്ദും ഫ്ലാറ്റിലേക്ക് വരുമ്പോ കീട്ട് തുറക്കാൻ നോക്കിയിട്ട് പറ്റാണ്ടായപ്പോഴാണ് കൃഷ്ണജിത്തിന്റെ ഫ്ലാറ്റിൽ കയറുന്നത്. ശരിക്കും ഇവർക്ക് പോകേണ്ടത് 7th ഫ്ലോറിലേക്കാണ്. പക്ഷെ ഇവരിപ്പോ ഉള്ളത് 6th ഫ്ലോറിലാണ്. സെക്കൻഡ് എപ്പിസോഡിൽ കാണിക്കുന്ന പോലെ ഇവർ ആ ലൂപ്പിൽ പെട്ടിട്ട് ഒരു പ്രാവശ്യം കൂടി 6th ഫ്ലോർ കയറി കാണും. അതാണ് കീട്ടിട്ട് ആ ഡോർ തുറക്കാൻ പറ്റായിരുന്നത്. കാരണം അത് 6B ആണ്. 7B ആണ് ഉണ്ണിയുടെ ഫ്ലാറ്റ്. കൃഷ്ണജിത്തിന്റെ ഫ്ലാറ്റിൽ കയറി ഇരിക്കുമ്പോൾ ഉണ്ണിയുടെ ഫോട്ടോ സബരീഷ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ട് കൃഷ്ണജിത്ത് നെട്ടുന്നുണ്ട്. പക്ഷെ കൃഷ്ണജിത്ത് നെട്ടുന്നതിന്റെ കൂടെ ഉണ്ണിയുടെ മകനും ഭാര്യയും നെട്ടുന്നതായി കാണാം. നെട്ടിയത് കൊണ്ടാണ് ഭാര്യയുടെ കയ്യിൽ നിന്ന് പാത്രം നിലത്തി വീണായി കേൾക്കുന്നത്. സെക്കൻഡ് എപ്പിസോഡിലാണ് പുള്ളി സെക്യൂരിറ്റി ആയിരുന്നു എന്ന് റിവീൽ ചെയ്യുന്നത്. പക്ഷെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ പുള്ളി സെക്യൂരിറ്റി ആയിരുന്നു എന്നൊക്കെ റിവീൽ ചെയ്ത് പോകുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിച്ചില്ലാന്നുള്ളൂ. താഴെ രജിസ്റ്ററിന്റെ പേര് എഴുതിയായിരുന്നോ, വണ്ടി എവിടെ പാർക്ക് ചെയ്തേക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നതിലൂടെ തന്നെ അത് ഫോർഷാഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കാണാൻ പറ്റുന്നതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പാർട്ടിയുടെ വീട്ടിൽ വന്നവരെയും സെക്യൂരിറ്റി പേടിപ്പിച്ച് വിട്ടത്. സെക്യൂരിറ്റി അവരുടെ മുൻപിൽ വരുമ്പോഴൊക്കെ അവിടെ ഗസ്റ്റ് ആയിട്ട് വന്ന അവർ രണ്ടുപേരും മാത്രമാണ് ഉണ്ടാവുന്നത്. ഫോൺ വിളിക്കുമ്പോൾ കോളിംഗ് ബെല്ല് വന്ന് ഉണ്ണി പുറത്തേക്ക് വന്ന ഗ്യാപ്പിലാണ് ഫോൺ കോളിൽ കൃഷ്ണജിത്ത് വരുന്നത്. അതുപോലെയാണ് ഡോർ ഓർക്കുമ്പോൾ കാണുന്നതും പാർട്ടിയുടെ റൂമിൽ വെച്ച് കാണുന്നതൊക്കെ. ഇവരെന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ടാണ് ഇവര് സെക്യൂരിറ്റി ഫോളോ ചെയ്യുന്നതെന്ന് പാർട്ടി പറയുന്നുണ്ട്. ഇവരാ പേര് മാറ്റി ഈ സെക്യൂരിറ്റിയെ കളിയാക്കിയത് കൊണ്ടാവും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇവരാദ്യം ഫ്ലാറ്റിലേക്ക് വരുമ്പോൾ തന്നെ കൃഷ്ണജിത്തിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി ഒരു സെക്യൂരിറ്റി യൂണിഫോമിലാണെന്ന് കാണാം. സൈഡ് ബാഗ് അവിടെ വെച്ച് മറന്നു പോയിട്ട് അതെടുക്കാൻ പോകുമ്പോൾ അവിടെ ചെന്ന് വിളിച്ചിട്ടാരും തുറക്കാതെ ഇരിക്കുകയും പിന്നീടാണ് അവിടെ ആരും ഇല്ലാന്നുള്ള ഷോട്ട് കാണിക്കുന്നത്. പക്ഷെ അതിന് മുന്നത്തെ സീൻ വരെ ആ ഡോറിന്റെ പുറത്ത് ലൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അവർ ആ ബാഗ് എടുക്കാൻ രണ്ടാമത് പോകുമ്പോൾ അവിടെ ആ പുറത്തുണ്ടാകുന്ന ലൈറ്റ് പോലും അവിടെ ഇല്ലെന്ന് കാണാം. 15 വർഷം മുന്നേ ഈച്ചയെ ഓടിക്കാൻ കയറി മരിച്ച കഥ പോലെ കണക്റ്റഡ് ആണ് പുള്ളിയുടെ ഫ്ലാറ്റ് കാണിക്കുമ്പോഴുള്ള അവിടുത്തെ സാധനങ്ങൾ എല്ലാം പഴയ മോഡലാണെന്ന് കാണാം. പിന്നെ ഇടയ്ക്ക് പുള്ളിയുടെ ഫാമിലിയെ പറ്റി പുള്ളി വെറുക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ അവിടെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കഥാപാത്രമാണ് പാർട്ടിയുടെ ഭർത്താവ്. പുള്ളിക്കാരന്റെ സൗണ്ട് മാത്രമാണ് കേൾപ്പിച്ചിട്ടുള്ളൂ. ഇനി അതിലെന്തെങ്കിലും നിഗൂഢത ഉണ്ടോന്ന് അടുത്ത എപ്പിസോഡ് ഇറങ്ങുമ്പോൾ കാണാം. അപ്പോൾ ശരി.